ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് സോളോ ലെവലിങ്ങിനെത്തിയുള്ള ഒരു സൗത്ത് കൊറിയൻ മാൻഫയുടെ ചാപ്റ്റർ 0 to 10 വരെയുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. ഈ ഒരു വീഡിയോയിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് വേറെ ഡയമെൻഷനിൽ നിന്നുള്ള ഗേജൻസ് ഉണ്ടായി വന്നതും ആ ഗേജൻസിലെ ഡങ്കൻസിൽ മോൺസ്റ്റർ ഉണ്ടായി വന്നതും ആ മോൺസ്റ്ററിനെ തകർക്കാൻ വേണ്ടി ഹണ്ടേഴ്സ് എന്നൊരു പ്രത്യേക ഗ്രൂപ്പിനെ ഉണ്ടാക്കുകയും ചെയ്തു. ഈ ഹണ്ടേഴ്സിന് പവർ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ഓരോ റാങ്കുകളാക്കി തിരിച്ചു. ഈ കഥയിലെ നായകന്റെ പേരാണ് സൺ ജിൻ ഹു. നമ്മളെ നായകനാകട്ടെ വലിയ പവറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇവൻ ലേശം വീക്കാണ്. ഇവൻ ഇപ്പോഴുള്ള ഹണ്ടേഴ്സിൻ്റെ റാങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് റാങ്കിൽപ്പെട്ട ഒരാളാണ്. അതായത് ഇവൻ വേൾഡിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ഹണ്ടർ ആണെന്നാണ് പറയുന്നത്. ഇത്രയും വീക്കായ ഒരുവൻ ഒരു മോൺസ്റ്ററിനോട് ഫൈറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ തോറ്റുപോകുമായിരുന്നു. തൻ്റെ അമ്മയ്ക്കുള്ള മരുന്നിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ പണിയെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ സൗത്ത് കൊറിയയിലെ സിയോണിലായിരുന്നു ഇവൻ ജീവിച്ചിരുന്നത്. അവിടെയുള്ള ഹണ്ടേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഇവൻ ഡഞ്ചൻസ് ക്ലിയർ ചെയ്യാൻ പോയിരുന്നത്. അവരെല്ലാവരും ഇവരോട് വളരെ സ്നേഹത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. എന്നാലും അതിൽ ഏറ്റവും കൂടുതൽ ഇവരോട് നല്ലപോലെ പെരുമാറുന്നത് ജൂഹിയും മിസ്റ്റർ സോങ് എന്ന രണ്ടുപേരുമായിരുന്നു. സൗത്ത് കൊറിയയിലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരിക്കൽ ഒരു ഡങ്കൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇവർ 3 പേരും കൂടെ പോയിട്ടുണ്ട്. അവിടെ ഒരു ഡി റാങ്ക് മോൺസ്റ്റർ മാത്രമായിരുന്നില്ല, അതിൽപ്പെട്ട സി റാങ്ക് മോൺസ്റ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നു. മിസ്റ്റർ സാങ് ആകട്ടെ ഒരു മാജിക് യൂസർ ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈസി ആയിട്ട് തന്നെ സി റാങ്ക് മോൺസ്റ്റേഴ്സിനെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൽ ജിൻഹു ആകട്ടെ തന്നെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് മിസ്റ്റർ സാങ്ങിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മോൺസ്റ്ററിൽ നിന്ന് കിട്ടുന്ന പവേഴ്സ് കുറച്ച് ഇവനും കൂടെ കൊടുക്കുമായിരുന്നു. അതുമാത്രമല്ലാതെ ജിൻഹുവിന് എപ്പോഴൊക്കെ പരിക്ക് പറ്റുന്നു അപ്പോഴൊക്കെ ജൂഹി തന്റെ മാജിക് പവേഴ്സ് വെച്ച് ഹീൽ ചെയ്യുമായിരുന്നു. ഇവർ ആ ഡഞ്ചൻ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെയാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത് ഒരു ഡബിൾ ലെയർ ഡഞ്ചൻ ആണ്. അപ്പോൾ അതിലൊരാൾ പറയാണ്, നമ്മൾ ഇതിനുള്ളിലെ ഗോസ്റ്റിനെയും കൂടെ കൊല്ലണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഗേറ്റിനെ ഇല്ലാതാക്കാൻ പറ്റൂ. ഇത് കേട്ട ജിൻഹുവും പറയാണ്, എനിക്കും പോകണം, കാരണം അവൻ്റെ അനിയത്തിയെ പഠിപ്പിക്കാനും അമ്മയെ ചികിത്സിക്കാനും പണം ആവശ്യമുണ്ടായിരുന്നു. ഇവൻ പോകുന്നത് കണ്ടത് ജൂഹിയും അവൻ്റെ കൂടെ തന്നെ പോവുകയാണ്. അങ്ങനെ ഇവരോട് 40 മിനിറ്റോളം ഇങ്ങനെ നടന്ന് പോവുകയാണ്. നടന്ന് പോയി ആ ഡങ്കൻ്റെ ഉള്ളിൽ ഇവർ വലിയൊരു ഡോറ് കാണുകയാണ്. ആ ഡോറ് ഇവരിങ്ങനെ മെല്ലെ പതിയെ തുറക്കുകയാണ്. പതിയെ തുറന്നപ്പോൾ തന്നെ ഇതിൽ ആയുധങ്ങളൊക്കെ ഏന്തിയ ശില്പങ്ങളും പിന്നെ സംഗീതോപകരണങ്ങളുള്ള ശില്പങ്ങളാണ് കാണാൻ പറ്റിയത്. ഇതിനൊക്കെ എടുത്തായിട്ട് ഒരു വലിയ ശില്പം ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മാജിക് സീലും ഉണ്ടായിരുന്നു. അതും പോരാന്നിട്ട് അവിടെ പ്രാചീന രീതിയിൽ എന്തോ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇത് കാറ്റനോൺ ടെമ്പിളാണ്. നിങ്ങൾ ഇവിടുത്തെ ദൈവത്തെ ആരാധിക്കണം, നിങ്ങൾ ഇവിടുത്തെ ദൈവത്തെ പ്രശംസിക്കണം. ഇതൊന്നും നിങ്ങളിവിടെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനോടെ ഇവിടെ തിരിച്ചു പോകാൻ പറ്റില്ല. ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ആ ഡോറ് അവിടെ നിന്ന് ക്ലോസ് ആവുകയാണ്. ഇവരെ കൂടെ ഉള്ള ഒരുത്തൻ നേരെ പോയിട്ട് ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ അവിടെ കാവൽക്കാരെ 2 ശില്പം ഉണ്ടായിരുന്നു. അതിലൊരു ശില്പം ആ ചെറുക്കനിട്ട് വെട്ടി വീഴ്ത്തുകയാണ്. ഇത് കണ്ട് നമ്മുടെ ജിൻഹുവും ജൂഹിയും നേരെ തിരിച്ചു നോക്കിയതും ആ വലിയ ശില്പത്തിൻ്റെ കണ്ണ് അനങ്ങിയതും ആ കണ്ണിൽ നിന്ന് ഒരുപാട് ലേസർ ലൈറ്റ് വരികയാണ്. ആ ലേസറിന്റെ പവറിൽ ഇവരുടെ കൂടെയുള്ള ഒരുപാട് പേര് അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. ഇതും പോരാ തന്നെ നമ്മുടെ മിസ്റ്റർ സാങ് ഇല്ലേ, അയാൾ ഒരു കൈ നഷ്ടപ്പെടുകയാണ്. ഇതൊരു ഡി റാങ്ക് ഡങ്കനല്ല, ഇതൊരു എസ് റാങ്ക് ഡങ്കനാണ്. ഇത് പറഞ്ഞ് ഒരുത്തൻ പേടിച്ചോടുകയാണ്. പക്ഷേ അവരും അവിടെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ എന്തോ ആലോചിച്ച് നമ്മുടെ ജിൻഹു പറയാണ്, എല്ലാവരും നിൽക്ക്, എല്ലാവരും ഇവിടെ മുട്ടി കൊത്തി നിൽക്ക്, അവരെ നമ്മൾ വണങ്ങണം. അങ്ങനെ അവർ വണങ്ങി നിന്നതും ശില്പങ്ങൾ ആക്രമിക്കുന്നത് നിർത്തുകയാണ്. ഇതൊക്കെ കണ്ട് ആ വലിയ ശില്പം ഇവരെ നോക്കിയിട്ട് ചിരിച്ചിരിക്കുകയാണ്. എല്ലാം തീർന്നെന്ന് വിചാരിച്ച് ഇവർ നോക്കുമ്പോൾ ആക്രമിക്കാൻ വേണ്ടി ശില്പങ്ങൾ നടന്ന് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരുടെ കാലുപയോഗിച്ചിട്ട് ഇവരെ കൂടെയുള്ള പകുതി പേരെ ആ ശില്പങ്ങൾ ചവിട്ടി അരക്കുകയാണ്. ഇത് കണ്ടത് ജിൻഹു ഒരു കാര്യം പറയാണ്, ആയുധങ്ങളുള്ള ശില്പത്തിൻ്റെ അടുത്തല്ല പോകേണ്ടത്, നമ്മൾ സംഗീത ഉപകരണങ്ങളുള്ള ശില്പത്തിൻ്റെ അടുത്താണ് പോകേണ്ടതെന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരും ഓരോ സംഗീത ഉപകരണങ്ങളുള്ള ഇന്ത്യ ശില്പത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ സംഗീത ഉപകരണങ്ങളുള്ള ശില്പത്തിൻ്റെ അടുത്ത് ഒരാൾക്ക് ഒരു സമയം മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജൂഹിയെ അവിടേക്ക് ഇട്ട് ജിൻഹു അടുത്ത ശില്പത്തിൻ്റെ അടുത്തേക്ക് ഓടാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ജിൻഹുവിനെ ഒരു ശില്പം ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിൽ അവൻ്റെ ഒരു കാല് നഷ്ടപ്പെടുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ ജൂഹി ജിൻഹോനെ അവിടെ നിന്ന് ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. അവൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ട് അതിൻ്റെ പെയിനിൽ നിൽക്കുകയാണ്. അപ്പോൾ തന്നെയാണ് അവിടുന്ന് ഒരു പ്ലാറ്റ്ഫോം പൊങ്ങി വരുന്നത്. ഇത് കണ്ടത് ജിൻഹോ പറയാണ്, അതൊരു അൾത്താറാണ്. പണ്ട് ഇവിടെ ദൈവത്തിനോടുള്ള വിശ്വാസം കാണിക്കുന്ന ഒരു സംഭവമാണത്. അവിടെ നിന്ന് നമ്മൾ ഒരാളെ ബലി കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മളെ ദൈവത്തിന് വിശ്വാസമാവുകയുള്ളൂ. ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ് ശരിക്കും മരിക്കേണ്ടത് എന്ന് പറഞ്ഞ് മിസ്റ്റർ സാങ് അങ്ങോട്ട് നടന്നു പോവുകയാണ് അൾത്താറിലേക്ക്. എന്നിട്ട് അദ്ദേഹം അവിടെ എത്തിയത് അവിടെ നിന്ന് ഒരു തീപ്പന്തം കത്തുകയാണ്. ഇത് കണ്ടത് അദ്ദേഹം ആകെ ഷോക്കായി പോവുകയാണ്. ഇത് കണ്ടത് മറ്റുള്ളൊരു ആൾത്താറിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് ചുറ്റും ഒരു തീപ്പന്തം കത്തുകയാണ്. എന്നിട്ട് ആ വാതിൽ തന്നെ ഓപ്പൺ ആകുകയാണ്. അപ്പോൾ തന്നെ ഇത് കണ്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ ശില്പങ്ങളൊക്കെ ഇവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടത്. ഇത് കണ്ടത് പേടിച്ചു പോയ ഇവരുടെ കൂട്ടത്തിലൊരാൾ അങ്ങോട്ട് ഓടുകയാണ്. അങ്ങോട്ട് ഓടിയത് ഈസി ആയിട്ട് തന്നെ പുറത്തേക്ക് പോവുകയാണ്. അതായത് അവൾ ആ കതക് തുറന്ന് അതിലൂടെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഇവർക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഡോറ് അവിടെ നിന്ന് തന്നെ ക്ലോസ് ആയി പോവുകയാണ്. ഇത് കണ്ടത് ഇവൾക്ക് മനസ്സിലാവുകയാണ്, ആൾത്താറിൽ ആൾ കുറയുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ഡോറ് ക്ലോസ് ആവുന്നത് ഓപ്പൺ ആവുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെ അവിടെ നിന്ന് പുറത്തു പോവുകയാണ്. ഇപ്പോൾ അവിടെ ഉള്ളത് ജിൻഹുവും ജൂഹിയും മിസ്റ്റർ സംഘും മാത്രമാണ്. ജിൻഹുവിനെ കൂട്ടാതെ ജൂഹി അവിടെ നിന്ന് പോകില്ലെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. ജിൻഹു എന്തൊക്കെയോ പറഞ്ഞ് മനസ്സ് മയക്കി
മിസ്റ്റർ സങ് ജൂഹിനെ ബോധം കെടുത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ ജിൻഹോ മാത്രമായി മാറുകയാണ്. അങ്ങനെ അവിടെ മിസ്റ്റർ സാങ്ങിൻ്റെ വാളെടുത്തിട്ട് ഇവൻ ഓങ്ങി നിൽക്കുകയാണ്. അന്നപ്പോൾ തന്നെ ഒരു ശില വന്നിട്ട് ഇവനെ ആക്രമിക്കുകയാണ്. അതോടുകൂടി ഇവൻ മരണത്തിൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ മനസ്സിൽ മരണത്തിൻ്റെ ചിന്ത വരികയാണ്. അപ്പോഴാണ് ഒരു പ്രൊജക്ഷൻ വരുന്നത്. യു ഹാവ് കംപ്ലീറ്റ് ആൾ ദ നെസസറി റിക്വയർമെൻറ്റ് ഓഫ് സീക്രട്ട് ക്വസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അതിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. അക്സെപ്റ്റ് ചെയ്താൽ ഒരു പക്ഷേ താൻ ജീവിക്കുമെന്ന് കരുതി അവനത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നിന്നത് അവന് ചുറ്റും ഒരു വലിയ എനർജി ബ്ലാസ്റ്റ് നടക്കുകയാണ്. അതോടുകൂടി 0 to 10 വരെയുള്ള ചാപ്റ്റേഴ്സ് ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്. അടുത്ത ചാപ്റ്റേഴ്സിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ തന്നെ പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കുക. അതുവരെ ടാറ്റാ.